ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്യാപ്സിക്കം കൊണ്ടുള്ളൊരു പുതിയ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്യാപ്സിക്കം വഴുതനങ്ങ രണ്ടിലേക്കും വേണ്ട മസാല ഒന്നായതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കാം. നമ്മുടെ കേരളത്തുകാർക്ക് ക്യാപ്സിക്കം എങ്ങനെ കറി വയ്ക്കാമെന്ന് അത്ര അങ്ങോട്ട് പിടിയില്ല. എന്നാൽ അറിയുന്നവരുണ്ട്, ഇല്ലാത്തവരൊന്നും പറയുന്നില്ല. രണ്ട് വലിയ സബോള എടുത്ത് പച്ചമുളക് എടുത്ത് 2-3 പച്ചമുളക് എടുക്കുക. ഇതെല്ലാം നമ്മൾക്ക് 2 വെളുത്തുള്ളി ഇതെല്ലാം എടുത്ത് അരിഞ്ഞ്, പിന്നെ ക്യാപ്സിക്കം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ വഴുതനങ്ങ ആണെങ്കിൽ നീളത്തിൽ സ്ലൈസായിട്ട് കട്ടിക്ക് അരിയണം. കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം സബോളയും പച്ചമുളകും എല്ലാം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മൾക്ക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഡ്രൈ മാംഗോ പൗഡറാണ്. അത് മസ്റ്റായിട്ടും ചേർക്കണം, എന്നാലത് ഈ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. അത് 1 ടീസ്പൂൺ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ജീരകം പൊട്ടിച്ച് അതിനകത്ത് സബോള, അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടാനായിട്ട് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്കുള്ള പൊടികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. പൊടികൾ ചേർത്ത് അധികം നേരം ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് അത് ഒന്ന് ഇളക്കിയാൽ മതി. സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഇത്രയും ക്രഷ് ചെയ്യാവൂ. അധികം ക്രഷ് ചെയ്താൽ മസാല ഒരുപാട് കൊഴുത്തുക. അത് നമ്മൾ ആ കൂട്ടുകളിലൊക്കെ നല്ലപോലെ പരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രൈ പാനിൽ ഒരു ഇല ഇട്ടിട്ട് അതിന് മുകളിൽ എണ്ണ വെച്ച്, ഇലക്കടിയിൽ എണ്ണ ഒഴിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ മസാല ഒന്ന് കരിഞ്ഞ് പാത്രത്തിലോട്ട് പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഇല ഒഴിക്കുന്നത്. അങ്ങനെ നമ്മളതിൽ ഈ ക്യാപ്സിക്കവും വഴുതനങ്ങയും എല്ലാം നമ്മൾ നിരത്തി വയ്ക്കുക. മസാല അതിൻ്റെ മുകളിൽ കൂടെ പതുക്കെ തേച്ച് കൊടുക്കുക. ഉള്ളിൽ തേച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, എന്നാലും ബാക്കിയുള്ള മസാലയൊക്കെ ഉള്ളിൽ കൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. ക്യാപ്സിക്കം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, വഴുതനങ്ങയും അതെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് വഴുതനങ്ങ ഇട്ടിട്ട്, വഴുതനങ്ങ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആവും, നല്ല ടേസ്റ്റാണ്. രണ്ടും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി കറിയാണ്. ചപ്പാത്തിക്ക്, പൂരിക്ക്, പൊറോട്ടയ്ക്ക് ഒക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നതാണ്. ഓക്കെ, ബൈ.